ഒരു പെണ്ണ് ചീത്തയാണെന്ന് കരുതി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാന്ന് പറയരുത്. ഓ, ഒരു ശീലാവതി വന്നിരിക്കുന്നു. നീ ആരാടി ഇതിടപെടാൻ? വന്ന അന്ന് മുതൽ നീ എനിക്ക് നടക്കാൻ തുടങ്ങിയതാ. പിഴച്ച വർഗം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യടി പുല്ലേ? ഒരു ചാരിത്രവതി വന്നിരിക്കുന്നു. എന്താ സംശയം? നിന്റെ ചാരിത്രം എന്താന്ന് എനിക്കറിയാം. അതെന്നെ കൊണ്ടുകൂടെ പറയിപ്പിക്കരുത്. എന്ത് പറയാൻ? നിന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ലേഡി. ഈ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി പറയാമോ? ഒന്നല്ല 100 വട്ടം പറയാം. നീ എന്റെ കൂടെ കിടന്നിട്ടുള്ളവളാണ്. എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? മതി, അത് കേട്ടാ മാത്രം മതി എനിക്ക്. ആ നാവിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. കാശിനു വേണ്ടി എന്റെ മാനം നശിപ്പിച്ചിട്ട് ഇപ്പൊ നിന്ന് സദാചാരം പ്രസംഗിക്കുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ പിഴയാണെന്ന് വിളിച്ചു കൂവുന്നു. നിൽക്കൂ, ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോണം. നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ ഫലം എന്റെ വയറ്റിൽ വളരുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ അമ്മയും ഈ സ്ത്രീയും ചെയ്തതുപോലെ പ്രസവിച്ച ഉടനെ ഞാനും കുഞ്ഞിനെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയണോ? ആ കുഞ്ഞ് നിങ്ങളെ പോലെ തന്തയില്ലാത്തവനായി വളരണോ? നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആ പടി ചവിട്ടി പോരും. മാനവും മര്യാദയ്ക്കും ജീവിക്കുന്നോളാ ഞാൻ. ചേച്ചി, ആരാ നിന്നെ പഴപ്പിച്ചെന്ന് വെച്ചാ അവന്റെ കൂടെ പോയി കൊടുത്തോ. മാറങ്ങോട്ട്. അച്ചുട്ടേ, ഞാൻ ഈ കേട്ടതൊക്കെ നേരാ? പറയണോ? ഒരു വീഡിയോ. ഓളെ കണ്ണീര് വീണാൽ എന്നോട് പടച്ചോൻ പോലും പൊറുക്കൂല. യോളെ വിളിച്ച് കുടി കേറ്റ്. ഞാൻ വിളിക്കട്ടെ? എന്താ എല്ലാരും നോക്കി നിൽക്കണേ? കാഴ്ച കണ്ട് മതിയായില്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പെങ്ങളെ വാ. ഉസ്താദേ, 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 ഉസ്താദേ. ഉസ്താദ് എവിടെ? എന്നോടാണോ ചോദിക്കുന്നത്? രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. എവിടെ പോയതാ? കണ്ടിട്ട് എന്താ ഇത്ര അത്യാവശ്യം? ഇന്ന് ആരുടെ കയ്യും കാലം വെട്ടാനാ കരാറ്? ഈ വെട്ടും കുത്തുമായിട്ട് എത്ര കാലം ജീവിക്കാമെന്ന നിങ്ങളുടെയൊക്കെ വിചാരം? എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും, അത് മറക്കണ്ട. എന്റെ പെങ്ങളെ, ഞാൻ അതിനൊന്നും വന്നല്ല. എന്റെ ബാഗ് എടുക്കാൻ വന്നാ. ഞാൻ ഇവിടുന്ന് താമസം മാറാ. പോട്ടെ. അവിടെ നിക്കേ. നീ എങ്ങോട്ടാ ബാഗ് എടുത്തോണ്ട്? നമ്മുടെ ഗോപാലേട്ടന്റെ കടയുടെ മുകളിൽ ഒരു മുറി ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറാൻ പോവാ. അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. ഇതകത്തോണ്ട് വയ്ക്ക്. ഉസ്താദെ, അത് ശരിയാവില്ല. നീ ആരെ പേടിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്? ഇത് എന്റെ വീടാണ്. ഇവിടെ ആര് താമസിക്കണം, ആര് താമസിക്കാതിരിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. മനസ്സിലായോ? ആരും പേടിച്ചിട്ടല്ല. ഇനി ഞാനിവിടെ താമസിക്കുന്നത് ശരിയല്ല. പെങ്ങളെ, ഞാൻ പോട്ടെ.
ഒരു സ്ട്രോങ് ചായ. ഈ അങ്ങോട്ട് ഒരു ബാഗൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ഗോപാലന്റെ പീടിയുടെ മുകളിലേക്ക് താമസം മാറ്റാൻ പോവാ. അതേതായാലും നന്നായി. ആയിഷോ ഒരു ചായ കിട്ടെടുത്തോ. ഒരു പെണ്ണ് വന്ന് കേറിയപ്പോ അച്ചൂട്ടി നിന്നെ പുറത്താക്കിയില്ലേ? പുറത്താക്കിയതല്ല, അവിടെ അത്രയ്ക്ക് സൗകര്യമല്ലേ ഉള്ളൂ. സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കുന്നവരാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ. മണിയൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അച്ചൂട്ടി സമ്മതിക്കണ്ടേ? അല്ല മണിയാ, തെണ്ടിത്തരം തെമ്മാടിത്തരം കാണിക്കുമെങ്കിൽ സ്വന്തം അമ്മേനും തിരിച്ചറിയാനുള്ള കഴിവിരിക്കണ്ടോ? നിന്നെ പോലുള്ള തെണ്ടികളെ കൈകാര്യം ചെയ്ത് എനിക്ക് ഉസ്താദ് കാണുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി. അന്നോട് ഞാനാ പറഞ്ഞില്ലേ ഒന്ന് കളയാൻ എല്ലാത്തിനും ഞാൻ. മണിയാ, ഇവനിത് എവിടെ പോയി കിടക്കുന്നത്? ഓ, നീ ഇവിടെ തന്നെ കുടിയിരിക്കുകയാണല്ലേ? വന്ന ഉടനെ ഇറക്കി വിട്ടില്ല അവനെ അവകാശം സ്ഥാപിക്കാൻ. അങ്ങനെ ജയിച്ചു എന്നൊന്നും ആരും വിചാരിക്കണ്ട. നിന്നെ അനുഭവിപ്പിക്കും ഞാൻ, നോയിക്കോ. ഇതിൽ കൂടുതൽ എന്ത് അനുഭവിക്കാൻ? എന്നെ ഈ നരകത്തിലെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞല്ലോ. ആര് പറഞ്ഞത് നിന്നോട് ഇങ്ങോട്ട് വലിഞ്ഞേറി വരാൻ? ഇറങ്ങി പോടി ഉല്ലേ. എവിടേക്ക്? ജീവിക്കുന്നെങ്കിൽ അത് ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കും. ഇതിലെ വെള്ളം ഇവിടെ പോയി. ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കുടിച്ചു. കുടിക്കേ? എന്താ, എനിക്ക് വെള്ളം കുടിക്കാൻ പാടില്ലേ? ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ പോലും അതിനെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിചാരം ആർക്കുണ്ടാവും? ഇങ്ങനെ പട്ടിണി അടക്കാനായിരുന്നെങ്കിൽ നിന്നെ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വിടില്ലായിരുന്നു. ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാ? അവനെയോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. വയറ്റിലൊരു ജീവൻ വളരുന്നില്ലേ? അതെങ്കിലും നീ ഓർക്കണ്ടേ? വാശി കളഞ്ഞിട്ട് വല്ലതും ഒന്ന് കഴിക്കാൻ നോക്കുമോളെ. എന്നും ഭക്ഷണം ഒരുക്കി തരാൻ ചേച്ചി ഉണ്ടാവോ? സ്വയം കണ്ടറിഞ്ഞെല്ലാം ചെയ്യുമെന്ന് നോക്കട്ടെ. ഇക്കാര്യത്തിൽ എനിക്ക് അല്പം വാശി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഭക്ഷണത്തോട് വാശി പിടിച്ച് ഇങ്ങനെ പട്ടിണി അടക്കരുത്. അത് ദൈവദോഷ. അല്ല, എന്താ നഴ്സമ്മ പുതിയ കൂട്ടിയിരിക്കുക? എന്ത് പറയാനാക്കാ, രാവിലെ മുതൽ പട്ടിണി ഇരിക്കുക. എന്താ നിങ്ങൾക്ക് നോമ്പാ? അല്ല, അച്ചൂട്ടില്ല ഇവിടെ? അവൻ രാവിലെ ഇറങ്ങിപ്പോയതാ. കാട്ടുപോയിക്കെന്ത് ചങ്കരാന്തി. ഓനുണ്ട് ഇത് വല്ലതും തിരിയാൻ പോണ്? ഇത്രയും കാലം പെണ്ണും പെടുക്കോ ഇല്ലാണ്ട് ജീവിച്ചോനല്ലേ. മോള് വിഷമിക്കണ്ട. ആളൊരു മുരടനാണെങ്കിലും ഓന്റെ കൽബ് നല്ലതാ. ഞമ്മക്കറി അസലായിട്ട് ഓനെ പിറന്നു വീണ് തന്നെ എത്തിയുമായിട്ടാ. നാട്ടുകാരാട്ടും തുപ്പും കേട്ട് തെരുവിൽ വളർന്ന ഓന് ഈ ദുനിയാവിനോട് തന്നെ പകയാ. ചില രാത്രിയിൽ ഓന് നമ്മളെ മുമ്പിലിരുന്ന് കൽബ് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. എന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതൊക്കെ ഓന് കിട്ടിയിട്ടുമില്ല. ഇനി അതൊക്കെ ഓന് കൊടുക്കാൻ മോക്കേ കഴിയും. ഓവറാൻ കൊടുത്തേക്ക്. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഇനി ഈ അടിയും കുത്തൊക്കെ നിർത്തിക്കടാ. അത് കണ്ടോ കിടക്കുന്നത്? ഒരു കാലത്ത് ചമ്പക്കര മുഴുവൻ വിറപ്പിച്ച വലിയ റൗഡിയാ ചമ്പക്കര പൈലി. അടിയും തൊഴിയും വാങ്ങി അവശനായതോടെ സ്വന്തം ഭാര്യയും മക്കളും വരെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. മുമ്പ് വൈരാഗ്യമുള്ള ആരോ തല്ലിച്ചതച്ച് റോട്ടിലിട്ട് പോയതാ. ആരും നോക്കാനില്ലാതെ അനാഥപ്രേതം പോലെ കിടക്കുക. എങ്ങനുണ്ട്? ചേച്ചി, എന്തു പറ്റി? ബ്ലഡ് എവിടെയെങ്കിലും തട്ടിയതായിരിക്കും. നോക്കട്ടെ. ഈ ടാബ്ലറ്റ് അല്ല, ഇതിലെ 6ാമത്തെ ടാബ്ലറ്റാ വേണ്ടത്. അയ്യോ, ഞാൻ മാറ്റി വാങ്ങിട്ട് വരാം. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ തന്നെ പോയിട്ട് വരാം. അച്ചുട്ടി, ഈ പുണ്യം ചെയ്തവനാണെന്ന് ഞമ്മക്കിപ്പോ മനസ്സിലായി. അല്ലെ സിന്ധുവിനെ പോലത്തെ ഒരു പെണ്ണിനെ അണുക്ക് കിട്ടൂല. അച്ചൂട്ടിയെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും പറയാ, ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ നോക്കണം. ഒരു ജന്മം മുഴുവനും അനുഭവിച്ചു തീർക്കാനുള്ള ദുഃഖവും വേദനയും ഈ പ്രായത്തുള്ളിൽ അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവളുടെ ജീവിതം അച്ചൂട്ടിയുടെ കയ്യിലാ. Yes, Joy Matthew here.
സാർ എന്താണോ താനോടെ കാട്ടിക്കൂട്ടുന്നത്? എന്താ സാർ? താൻ ആ ദേവയാനിയെ കസ്റ്റഡി എടുത്തോ? ഉവ്വ സാർ. അവരെന്താണ് ചെയ്തതെന്ന് സാറിന് അറിയാമോ? എല്ലാം എനിക്ക് അറിയാമോ. അവള് കാരണം കേരളം മുഴുവൻ ട്രാഫിക് ജാം ആയിട്ടുണ്ടാവും. ആകട്ടടോ, താനാ പെണ്ണും പിള്ളേ വേഗം അങ്ങ് ഇറക്കി വിട്ടേരെ. സാർ, അവരെ ഉടനെ ഇറക്കി വിട്ടാൽ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനമാണ്. എടോ, ഹോം മിനിസ്റ്റർ നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുക ഉടനെ അവരെ റിലീസ് ചെയ്യണമെന്ന്. സാർ, നമ്മൾ കഷ്ടപ്പെട്ട ഓരോ കേസുകൾ പിടിച്ചുകൊണ്ട് വരും. പ്രതികൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് മോളിൽ നിന്ന് ഉത്തരവ് വരും ഉടനെ വിട്ടേക്കാൻ. പിന്നെ എന്തിനാണ് സാർ നമ്മൾ ഈ കാക്കിക്കുപ്പായിട്ടുണ്ട് നടക്കുന്നത്? ഈ വേഷം വലിച്ചെറിഞ്ഞ് വേറെ വല്ല പണിക്കും പോണോ അല്ലേ സാർ നല്ലത്? താനേ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. തിരുവമ്പാടിക്കായലിൽ ഊത്തയും പിടിച്ചുകൊണ്ടുവന്ന വർക്കച്ചൻ എന്ന പീറച്ചെറുക്കൻ മുതലാളിമാർക്കും രാഷ്ട്രീയക്കാർക്കും പെണ്ണുകൂട്ടി കൊടുത്തു അവരുടെയൊക്കെ ആസനം നക്കിയും ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായെന്ന് കരുതി സാറിനെ പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഓഫീസർ ഇങ്ങനെയൊക്കെ പറയാണെന്ന് വെച്ചാൽ എനിക്ക് വിഷമമുണ്ട് സാർ. ഐ എം സോറി. ഞാൻ സാർ പറഞ്ഞത് ചെയ്തേക്കാം. വെക്കട്ടെ സാർ. എടാ തോമസേ, സാർ. അപ്പോ അവളെ ഇറക്കി വിട്ടാരോ? സാർ, ദാ, ഈ ടാബ്ലറ്റ് കഴിക്കുന്നതേ ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാ. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും കുടിക്കണം. എന്താ ബിരിയാണി. ബിരിയാണിയാ? ഈ സമയത്ത് നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് കഴിക്കേണ്ടത്. അതിലാണ് ആവശ്യമുള്ള വിറ്റമിൻസും കാൽഷ്യം ഒക്കെ ഉള്ളത്. അല്ലാതെ ഈ ബിരിയാണി കഴിച്ചിട്ട് എന്താ? ആ ബിരിയാണിയിൽ ഇതുപോലെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരങ്ങനെ പലതും പറയും. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവള് കഴിച്ചേ പറ്റൂ. അച്ചൂട്ടി, ഇവിടെ ഒരു അടുക്കളയുണ്ട്. വെച്ച് വിളമ്പി തരാൻ ഒരാളും ഉണ്ട്. അത്യാവശ്യത്തിന് കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്താലേ ഒന്നുമില്ലെങ്കിലും വായിക്ക് രുചിയായിട്ട് നിനക്കെന്തെങ്കിലും കഴിക്കാമല്ലോ. ഇതൊന്ന് ആലോചിക്കാവുന്നതാ. ഓ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയം വരട്ടെ വേണേ.